Hi friends, welcome to Ayeshas kitchen. ഇന്നത്തെ റെസിപ്പി നല്ല സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റവ കൊണ്ടുള്ള ഒരു അടിപൊളി ലഡു റെസിപ്പിയാണ്. റവ ലഡു നമുക്ക് പല രീതിയിലും തയ്യാറാക്കാൻ പറ്റും. പാല് യൂസ് ചെയ്തിട്ട്, അതുപോലെ പാല് യൂസ് ചെയ്യാതെ, ഷുഗർ സിറപ്പ് ഒക്കെ വെച്ചിട്ട്, അങ്ങനെ പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് പാല് യൂസ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാൻ 2015 ബ്ലോഗ് തുടങ്ങിയ പാടെ ഷെയർ ചെയ്ത റെസിപ്പി ആയിരുന്നു. അന്ന് ഒരുപാട് നല്ല നല്ല കമൻസ് കിട്ടിയ റെസിപ്പി ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതന്നെ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടുള്ള പൊടിയായിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. അഥവാ അത്ര ഫൈൻ അല്ലെങ്കിലും ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുത്താൽ മതി. ഇത് 1 കപ്പ് തേങ്ങ ചെരുവിയതുണ്ട്. 2 കപ്പ് റവയിലേക്ക് 1 കപ്പ് തേങ്ങ ചെരുവിയത് ആ ഒരു പ്രൊപ്പോർഷനിൽ എടുക്കുക. പിന്നെ 2 ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഞാൻ 2 കപ്പ് പാൽ എടുക്കുന്നുണ്ട്. ഫ്രഷ് മിൽക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നെയ്യ് ഞാൻ 1/2 കപ്പിലും കുറച്ച് കുറവ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവർ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് ഈ ലഡു. അപ്പോൾ അത് അത്ര തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഇതിലേക്ക് 1 കപ്പ് നിർബന്ധം ഉണ്ടാവും. കാരണം ഇത് നല്ല ഇപ്പോൾ ഒരു പാകത്തിനുള്ള മധുരമാണ്. അപ്പോൾ ഇതിനും കുറയ്ക്കണ്ട, വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാന് ചൂടാക്കിയിട്ട് നമുക്ക് നെയ്യ് ഒന്ന് മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പിൻ്റെ കളറും മാറിപ്പോവും, നെയ്യും ഒക്കെ കേടായി പോവും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ അണ്ടിപ്പരിപ്പും അതുപോലെ ഉണക്കമുന്തിരിയും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു വേറെ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറഞ്ഞ ഫ്ലെയിം ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ റവയുടെ കളർ മാറിപ്പോവും. അപ്പോൾ നമ്മളുടെ ലഡുവിൻ്റെ കളർ തന്നെ മൊത്തത്തിൽ മാറിപ്പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നെയ്യും അതുപോലെ റവയൊക്കെ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വിടാതെ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു 3 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അധികം നമ്മൾ റവ റോസ്റ്റ് ചെയ്തെടുക്കണ്ട. കാരണം നമ്മളിതിപ്പോൾ ഏകദേശം റവ ഒന്ന് 3 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിതിലേക്ക് തേങ്ങ ചെരുവിയതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഒരു പാനിൽ തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ റവ ഒരു 3 മിനിറ്റൊക്കെ നമ്മളിതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ റവ ഒക്കെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ മിഡിലിൽ ഒരു ചെറിയൊരു സ്പേസ് ആക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ചെരുവിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങ ചെരുവിയതും ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് റവയും അതുപോലെ തേങ്ങ ചെരുവിയതൊക്കെ നല്ല പാകത്തിലായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ റവ ആദ്യം വറുത്തെടുക്കുക, എന്നിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ അതുപോലെ തേങ്ങ ചെരുവിയത് വറുത്തെടുത്താൽ മതി. ടൈമൊക്കെ അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പമാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പാനിലാണ് ഞാൻ ലഡുവിലേക്കുള്ള മിക്സ്ചർ റെഡിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊരു വേറെ ബൗളിലേക്ക് മാറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വേറൊരു സെപ്പറേറ്റ് പാൻ എടുത്താലും മതി. അപ്പോൾ ഇനി ഈ ചൂടായ പാനിലേക്ക് തന്നെ നമ്മൾ പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 കപ്പ് പാലിലേക്കാണ് 1/4 ടീസ്പൂൺ ചേർക്കുന്നത്. അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. കാരണം ഞാൻ പൈനാപ്പിൾ പുഡിങ് തയ്യാറാക്കുമ്പോൾ പറഞ്ഞല്ലോ, അത്യാവശ്യം ഒരു യെല്ലോ കളർ കിട്ടാൻ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. നല്ല നാച്ചുറലാണ്, ഹെൽത്തിയുമാണ് മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ. കളറ് വെറുതെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കേടല്ലേ. അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കട്ടെ. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് തിളയ്ക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഏലക്ക നമുക്കിത് മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ റോൾ ചെയ്യുമ്പോൾ ആ ഏലക്ക അവിടെ കിടക്കും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മൾ ഏകദേശം തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പാണ് ചേർക്കുന്നത്.
ഒരു കപ്പ് വേണ്ടി വരുന്നുണ്ട്. ഈ ഒരു 2 കപ്പ് റവയിലേക്ക് 1 കപ്പ് പഞ്ചസാര വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് റവയുടെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒന്ന് തിളയ്ക്കാൻ വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ നമ്മുടെ മിൽക്ക് മിക്സ്ചർ നന്നായിട്ട് നല്ല യെല്ലോ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. വെറും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോഴേക്കും ഇത്രയും നല്ല ഭംഗിയുള്ള കളറിലാണ് നമ്മൾ ഈ പാലിൻ്റെ മിക്സ്ചർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് തിളയ്ക്കുന്ന സമയത്താണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇതിലേക്ക് റവയുടെ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. റവയും തേങ്ങയും കൂടെയുള്ള റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് വറ്റിപ്പോവും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ. റവ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം ഈ ഒരു മിക്സ്ചറിൽ. പിന്നെ നമ്മൾ റവ കേസരിയൊക്കെ തയ്യാറാക്കുന്ന പോലെ ഒരുപാട് നമ്മൾ കുക്ക് ചെയ്തെടുക്കരുത്. അങ്ങനെ വരുമ്പോൾ ലഡുവിൻ്റെ ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കുക്ക് ചെയ്തെടുത്ത് ഇത് വറ്റിച്ചെടുക്കണം. പിന്നെ അതുപോലെ കൈ വിടാതെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. ഇപ്പോൾ കണ്ടു പെട്ടെന്ന് തന്നെ സൈഡൊക്കെ വിട്ട് പോരുന്നുണ്ട്. നമ്മളെ ലഡുവിൻ്റെ ടെക്സ്ചർ ആയി വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ. നല്ലൊരു യെല്ലോ കളറാണ്. പിന്നെ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. നല്ല വൈറ്റ് കളറിലുള്ള ലഡു ആണ് താല്പര്യമെങ്കിൽ അത് മതിയാവും. പക്ഷെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ പാർട്ടിക്കൊക്കെ തയ്യാറാക്കുമ്പം അതായിരിക്കും ഭംഗി കാണാൻ. അപ്പോൾ ഇപ്പോൾ റവ ഒക്കെ ഇപ്പോൾ നല്ല കുക്കായിട്ടുണ്ട്. അപ്പോൾ സൈഡൊക്കെ വിട്ട് പോരുന്നുണ്ട്. നമ്മൾ പാനിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് പോരുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഞാൻ വീണ്ടും പറയുകയാണ്, ഒരുപാട് നമ്മൾ കുക്ക് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നല്ല പരുവത്തിലാണ് നമ്മൾ ലഡുവിൻ്റെ ആ ഒരു ടെക്സ്ചറാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് കറക്റ്റ് ലഡുവിൻ്റെ ടെക്സ്ചർ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് സ്പൂണിൽ എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് നോക്കാം. അത് ബോളായി വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് ടെക്സ്ചർ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് റവ ലഡുവിൻ്റെ മിക്സ്ചർ വേണ്ടത്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് ചൂടാറാൻ കാത്തു നിൽക്കരുത്. ചൂടാറാൻ കാത്തു നിന്നാൽ നമുക്ക് റോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചൂടായതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് ഞാനിത് റോൾ ചെയ്തെടുക്കുന്നത്. ഞാൻ പിന്നെ അല്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട്, തേങ്ങാപ്പീര, തേങ്ങാ പൗഡർ എന്നൊക്കെ പറയുന്ന ആ കോക്കനട്ടിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ റവ ലഡു റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാനിപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടാണ് ഞാനിത് റോൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ കയ്യിൽ നെയ്യ് പുരട്ടുന്നില്ല. ഗ്ലൗസ് ഓൾറെഡി സ്മൂത്ത് ആയതുകൊണ്ട് നമ്മൾ നെയ്യ് പുരട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ കൈ കൊണ്ടാണ് ഇതിപ്പോൾ റോൾ ചെയ്തെടുക്കുന്നതെങ്കിൽ നമ്മൾ കയ്യിൽ നെയ്യ് അല്പം പുരട്ടേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് റോൾ ചെയ്യാൻ നല്ല ഷേപ്പിൽ കിട്ടില്ല. അതൊന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പെട്ടെന്ന് തന്നെ റോൾ ചെയ്തെടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡായി പോകും. അപ്പോൾ നമുക്ക് റോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ലാസ്റ്റൊക്കെ റോൾ ചെയ്തപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ചധികം ലഡു ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത്രയധികം പറയാൻ കാരണം നിങ്ങളിത് തയ്യാറാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വന്നാൽ ദയവായിട്ട് ക്ഷമിക്കുക. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ്. അതുകൊണ്ടാണ് ഇത്രയധികം തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ 1 കപ്പ് റവ കൊണ്ടൊക്കെ തയ്യാറാക്കാം. അപ്പോൾ ആ ഒരു പാകത്തിൽ എല്ലാം എടുക്കാം. ഇപ്പോൾ കണ്ടോ ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ വേഗം അതൊരു ഷേപ്പ് ആക്കി എടുത്തു. അല്ലെങ്കിൽ നമുക്ക് ഷേപ്പ് ആക്കാൻ പറ്റില്ല, നല്ല ഹാർഡായി പോകും, പെട്ടെന്ന് ഹാർഡായി പോകും. പിന്നെ ഈ ലഡു നമ്മളിപ്പോൾ ഷേപ്പ് ആക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഹാർഡ് ആവുന്നുണ്ട്. നമ്മുടെ ലഡുവിൻ്റെ ടെക്സ്ചർ ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് തയ്യാറാക്കിയ ഉടനെ തന്നെ നമ്മൾ കഴിക്കുവാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആവും. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അത് ഹാർഡായി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളുടെ റവ ലഡു റെഡി ആയിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലഡുവിൻ്റെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അല്പനേരം ഫ്രിഡ്ജിൽ വെക്കുക. 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹാർഡായി പോവും. അപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടും.
അപ്പോൾ നമുക്ക് അല്പനേരം ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റായി കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയതാണ്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇപ്പോൾ പാകത്തിനുള്ള ലഡുയുടെ ആ ടെക്സ്ചർ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിക്കാം. ഇപ്പോൾ കണ്ടോ, പുറമേ ഇച്ചിരി ഹാർഡാണ്, പക്ഷെ അധികം ഹാർഡാണെന്നല്ല കേട്ടോ, പക്ഷെ അകത്ത് നല്ല സോഫ്റ്റുമാണ്. നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിരിക്കും, പിന്നെ അല്പം ഹാർഡായി വരും. നല്ല ലഡുയുടെ ആ ടെക്സ്ചറിന് കിട്ടും. അപ്പം നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ, എല്ലാവർക്കും ഒരേപോലെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലഡു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാവും. ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനും പറ്റുന്ന റെസിപ്പിയാണ്. പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അയക്കാൻ മറക്കരുതേ. താങ്ക്